ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ അധികം പോകുന്നില്ല. ജൂൺ 1 സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം വേണ്ടേ? 2016 മുൻപുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് പ്രായമുണ്ടല്ലോ. 2016 ശേഷം മാത്രം വന്നവരല്ലാരും. അന്ന് പുസ്തകം ഇല്ലാതെ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് അധ്യാപകർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ കുട്ടികൾക്ക്? എന്തിന്റെ കുറവാത്? ഏതിന്റെ ഭാഗമാണത്? അപ്പം കൃത്യമായൊരു പ്ലാനിംഗ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടല്ലേ? ആ രംഗത്തെ അവഗണിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ? എന്നാൽ അതിനുശേഷമുള്ള സ്ഥിതി എന്താണ്? ഇപ്പോ നേരത്തെ തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അനുഭവത്തിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനം എങ്ങനെ പോകണം എന്ന് ജനങ്ങൾ തീരുമാനിക്കുക. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ. അല്ല, ഞങ്ങൾക്ക് കരകൂലൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കരകൂലും എല്ലാ കാലത്തും. ആ ജനങ്ങൾ ഞങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അത് വെറും ഈ പ്രചരണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, അവരുടെ അനുഭവത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നില വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിനിഷ്ഠുരമായ ഒരു കലാപമായിരുന്നല്ലോ അത്. ആ കലാപം നടന്നതിന് ശേഷം ആ പ്രദേശത്ത് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സന്ദർശിക്കുമല്ലോ. അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സംഘം, അത് RSS ആണ്, അവര് നിബന്ധന വെക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള മന്ത്രി വരാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ AK ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയുണ്ടായത്. എന്താണത് കാണിക്കുന്നത്? അതിന്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലമാണല്ലോ. ഞാനവിടെ പോയിരുന്നു. ആരുടെ അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത്. അവിടെ പോയി ആളുകളെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, തിരിച്ചു വരികയും ചെയ്തു. എന്തിനാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെയൊരു നിലപാടെടുത്തത്? അതാണ് UDFന്റെ രീതി. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഒരു ഉദാഹരണമാണ് അവിടെ കാണാൻ കഴിയുന്നത്. UDFന്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചത്. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് UDFന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേ വർഗീയ ശക്തികൾ നമ്മുടെ കേരളം വിട്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ, കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല. അവര് തലപൊക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ, അതിൻ്റെതായ നീക്കങ്ങൾ ഉണ്ടായാൽ
കർക്കശമായ നടപടികളിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാർ രീതി. അതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിന്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക? അത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ്. ആ പ്രചരണത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രകടനമാണ് എന്ന് സ്ഥാപിക്കലാണ്. ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഞങ്ങള് ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. ഇപ്പോൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? SDP എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു. ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങളെയും എടുത്തോ, ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമുള്ള ഈ വർഗീയ ശക്തികൾക്ക്. ആ വർഗീയത നാടിന് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇപ്പോ അത് തിരിച്ചറിയാൻ UDFന് കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതെങ്ങനെ സാധിക്കും? അത് ജനങ്ങളോട് പറയുമെന്ന് അവരും പറയും. രണ്ടും ഒരേ ശബ്ദമാണ്, ഒരേ ന്യായമാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ ശബ്ദമല്ല. ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ്. മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും BJPക്കോ രാജീവ് ചന്ദ്രശേഖരനോ താൽപര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. മതനിരപേക്ഷതയിലൂടെ മാത്രമേ പൊതുവെ വർഗീയതയെ നേരിടാനാവൂ. ഇവിടെ ഏത് വർഗീയ ശക്തിയും സ്വീകരിക്കുന്ന സമീപനം അത് മറ്റ് മതവിഭാഗങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടതാണ്. അപരമത വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ വർഗീയ ശക്തികൾ നടത്തുന്നുണ്ട്. അതിനെയെല്ലാം ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നാട്ടില് മതനിരപേക്ഷതയും സമാധാനവും പുലരുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ വർഗീയത വെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരെല്ലാം കേരളത്തിലും രാജ്യത്തുമുണ്ട് നമുക്കറിയാലോ. അവരിടയ്ക്കിടെ നിലപാട് മാറ്റാറുണ്ട്. ഞങ്ങള് ആ ഗണത്തിൽപ്പെട്ടവരല്ല. ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ഇപ്പോ പഴയ ഒരു കോൺഗ്രസിന്റെ സിംല സമ്മേളനമില്ലേ, ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അത് പറഞ്ഞത് എന്തായിരുന്നു? കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. കൂടുതൽ വിലപേശൽ നടത്തുന്നു. ആക്ഷേപം അന്നത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ്. ഇത്തരത്തിലുള്ള ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ്
അന്ന് അദ്ദേഹം തന്റെ തീരുമാനം രാജി പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം.